മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ മുസ്ലിം ലീഗ് ഏകപക്ഷീയമായി തീരുമാനിച്ചതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവരെ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം മുന്നണിയിൽ ഭിന്നതയുണ്ടെന്ന് ലീഗ് നേതൃത്വവും സമ്മതിക്കുന്നുണ്ട്. ശിവദാസാണ് മലപ്പുറത്ത് നിന്നും ചേരുന്നത്. ശിവദാസ്, ഇപ്പോൾ ഈ ലീഗ് ഏകപക്ഷീയമായി തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ആദ്യത്തെ സംഭവമല്ല. അതായത് ലീഗിന് കോൺഗ്രസ് കീഴ്പ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 5-ാം മന്ത്രി വിവാദമൊക്കെ നമ്മുടെ മുന്നിൽ ഓർമ്മയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ലീഗ് പറയുന്നതനുസരിച്ചാണ് UDF-ൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് എന്താണ് കോൺഗ്രസ്സുകാർക്ക് ഒരു അതൃപ്തിയൊക്കെ വരാൻ കാരണം? ഗൗതം, മലപ്പുറം ജില്ലയിൽ UDF-ന്റെ ഒരു ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും തൂത്തുവാരുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് UDF-ന് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ വിജയം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് മിക്ക ഇടങ്ങളിലും മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലയായിരുന്നു. പക്ഷേ ഇവിടങ്ങളിൽ കോൺഗ്രസ് അടക്കമുള്ള മുന്നണി സഖ്യവുമായാണ് മത്സരിച്ചത്. പക്ഷേ പല ഇടങ്ങളിലും, പല പഞ്ചായത്തുകളിലും, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും അടക്കം മുസ്ലിം ലീഗ് ഏകപക്ഷീയമായാണ് ഓരോ സ്ഥാനങ്ങളെയും നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളായി അവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അതിന് പരിഹാരം കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും അതുതന്നെ തുടരുകയാണ്. കാരണം മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഒരു ജില്ല കൂടിയാണ്. മാത്രമല്ല, ഇപ്പോൾ പല ഇടങ്ങളിലും മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ 5-ാം മന്ത്രി സ്ഥാനമൊക്കെ നമുക്കറിയാം, മഞ്ഞളാംകുഴി അലിയെ അന്ന് മന്ത്രിയാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയാക്കിയിരുന്നു. ഇത്തരത്തിൽ കോൺഗ്രസിനെ വിഴുങ്ങുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് മേൽ ആധിപത്യം തുടരുന്ന ഒരു സാഹചര്യം അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് ശേഷവും ഓരോ അധികാര സ്ഥാനം നിർണ്ണയിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ചില ഇടങ്ങളിൽ കോൺഗ്രസിന് സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും കോൺഗ്രസിന് ആധിപത്യമുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പല ഇടങ്ങളിലും അവരുടെ ചെയർമാൻ സ്ഥാനമോ അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളിലൊക്കെ തന്നെ അവർ സ്വയം തീരുമാനം എടുത്ത് അത് നടപ്പാക്കുകയാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇത് നേരത്തെ രഹസ്യമായിട്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് വളവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ഏകപക്ഷീയമായ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ അവരുടെ ഈ സ്ഥാനങ്ങളിൽ ചെയർമാൻ സ്ഥാനത്തെയും പ്രസിഡന്റ് സ്ഥാനത്തെയും എല്ലാം അവർ ഏകപക്ഷീയമായി തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് വിട്ടുനിൽക്കും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. കാരണം വളവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡുകൾ ആണ് ആകെ ഉള്ളത്. അതിൽ 13 മുസ്ലിം ലീഗ് ജയിച്ചു, 3 എണ്ണത്തിൽ കോൺഗ്രസ് ജയിച്ചു. ബാക്കി 5 LDF ആണ് ജയിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 3 പേർ ജയിച്ച സാഹചര്യത്തിൽ തങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വീതം വെച്ചെങ്കിലും തങ്ങൾക്ക് നൽകണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അത് ലീഗ് അത് സ്വീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ തിരുവാലി പഞ്ചായത്തും ഇതേ സമാനമായ സാഹചര്യം തന്നെയാണ്. ഇവിടെ കോൺഗ്രസിനാണ് കൂടുതൽ സീറ്റ് ലഭിച്ചിരിക്കുന്നത്. 21 സീറ്റിൽ, ആകെയുള്ള 21 സീറ്റിൽ 8 സീറ്റ് LDF ലഭിച്ചിട്ടുണ്ട്, 11 സീറ്റ് UDF-ന് ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 7 സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത്. 4 സീറ്റ് മാത്രമാണ് മുസ്ലിം ലീഗിന് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ മുസ്ലിം ലീഗ് സമാനമായ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് തങ്ങൾക്ക് പ്രസിഡന്റ് സ്ഥാനം വീതം വയ്ക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസ് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മലപ്പുറം ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കം ഈ മുന്നണിക്കുള്ളിൽ ഉടലെടുത്തിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ വ്യക്തമാണ്. അതായത് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ സ്വാധീന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ്സുകാർക്കൊന്നും ഒരു വിലയും UDF-ൽ ഇല്ലാണ്ടായിരിക്കുന്നു. മുസ്ലിം ലീഗ് അവർക്ക് ഇഷ്ടമുള്ള വല്ല രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ഇത് മലപ്പുറത്തെ മാത്രം സാഹചര്യമല്ല, വടക്കൻ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ലീഗിന് താഴെയാണ്, ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ്സുകാർ ചിലപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് അങ്ങനെയൊന്നുമല്ല, ഞങ്ങളാണ് കാര്യങ്ങൾ എടുക്കുക എന്നൊക്കെ പറയുമെങ്കിലും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ലീഗിന് കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും കീഴ്പ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ. ശിവദാസ് കൻപനമാണ് മലപ്പുറത്ത് നിന്നും ഈ വിവരങ്ങളുമായി ചേർന്നത്.